മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ സ്പെഷ്യലി ഈ ഒരു സെലിബ്രേഷൻ രീതി തന്നെ മലയാളികളായ നമ്മൾക്ക് സ്പെഷ്യലി ഒരു അസുര രാജാവ് ഭരണം ചെയ്ത ഭംഗിയായിട്ട് ഭരണം ചെയ്ത് ആ ഒരു രീതിയിൽ അസൂയപ്പെട്ട് പുള്ളിയെ താഴ്ത്തിയ ചവിട്ടി താഴ്ത്തിയ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു രീതിയായിട്ടുള്ള ചടങ്ങ്, വിജയദശമിയുടെ ഒരു ചടങ്ങ് നമ്മളെ ഡെഫിനറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു അസുര രാജാക്കളെ കൊല്ലുന്ന ആ ഒരു പ്രതീതി, ആ ഒരു ആഘോഷത്തിൻ്റെ രീതി തന്നെയാണ് ഐ തിങ്ക് ഈ ഒരു ഹിന്ദുയിസമിൻ്റെ RSSൻ്റെ ഒരു കോറിൽ ഉള്ളത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ RSSനെ തകർക്കാനുള്ള രാജ്യവ്യാപകമായുള്ള പ്രചരണ ആഖ്യാനം കൃത്രിമമായി ചമയ്ക്കുന്നതിനെക്കുറിച്ച് യുവതിയായ TP സീതാലക്ഷ്മി പറഞ്ഞത് കേൾക്കുവാനിടയായി. ഇവർ പറഞ്ഞ പല കാര്യങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രിസ്ത്യൻ പാസ്റ്റർമാർ, ജിഹാദികൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ, ദേശീയതയെ എതിർക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾ മുതലായവരുടെ ഹിന്ദുത്വത്തിനെ എതിർക്കുന്ന യൂട്യൂബ് വീഡിയോകളിൽ പൂർണ്ണമായും ഭാഗികമായും പരാമർശിച്ചിരിക്കുന്നതായി കാണാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശവിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് TP സീതാലക്ഷ്മി ഈ വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 2 ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് തീർത്തും അസ്വസ്ഥത ഉളവാക്കുന്ന ദിവസമായിരുന്നു. വിജയദശമി ദിനമായിരുന്ന അന്ന് RSS അതിൻ്റെ 100ാം പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ഹിന്ദുവിൻ്റെ രാഷ്ട്രീയ ഐക്യം തകർത്ത് അതിലൂടെ ഹിന്ദു സമൂഹത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച് ഹിന്ദുക്കളുടെയും അതിലൂടെ RSSൻ്റെയും ഉന്മൂലനം സ്വപ്നം കാണുന്നവർ ഈ ദിനത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിച്ചതായി കാണാം. അത്തരമൊരു യോഗത്തിൽ TP സീതാലക്ഷ്മി എന്ന യുവതിയുടെ RSSനെ ഉന്മൂലനം ചെയ്യാൻ മുമ്പോട്ട് വയ്ക്കുന്ന തന്ത്രങ്ങളടങ്ങിയ വീഡിയോയുടെ ആദ്യ ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഐക്യം തകർത്ത് തരിപ്പണമാക്കി RSSൽ നിന്നും ഹിന്ദുക്കളെ അകറ്റാനുള്ള തന്ത്രങ്ങളാണ് സീതാലക്ഷ്മിയുടെ വീഡിയോയിലുള്ളത്. അതിനായി അവർ സനാതനധർമ്മത്തെയും ഹിന്ദുമതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും കടന്നാക്രമിക്കുന്നുണ്ട്. സനാതനധർമ്മ തത്വങ്ങളിൽ ഹിന്ദുക്കൾക്ക് ആശയക്കുഴപ്പം ജനിപ്പിക്കുവാൻ അവർ ഹിന്ദുമത തത്വസംജ്ഞകളെ വ്യാഖ്യാനിച്ച് വക്രീകരിക്കുന്നു. RSSനെ പരിക്കേൽപ്പിക്കാൻ അവർ സനാതനധർമ്മത്തെയാണ് ആക്രമിക്കുന്നത്. സനാതനധർമ്മത്തെ മനസ്സിലാക്കി തരുവാൻ പുരാണകർത്താവായ വ്യാസൻ സൃഷ്ടിച്ച സംജ്ഞയാണ് അസുരൻ എന്ന ശബ്ദം. സീതാലക്ഷ്മി അവരുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അസുര ശബ്ദത്തെ വംശീയമായി വ്യാഖ്യാനിച്ച് പിന്നാക്ക കീഴാളന്മാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് കാണാം. ഹിന്ദുമതത്തെ കൂടുതലായി അറിഞ്ഞ് ഇത്തരക്കാർക്കുള്ള മറുപടി മനസ്സുകൊണ്ടെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവൻ കാണുക. സീതാലക്ഷ്മിയുടെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ അവർ വിജയദശമി ആഘോഷങ്ങളെ വിമർശിക്കുന്നുണ്ട്. അസുരന്മാരുടെ പ്രതീകങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്നതും അസുര ചക്രവർത്തിയായ ബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും കടുത്ത അനീതിയായി അവർ കരുതുന്നു. ഇഹലോകത്തിലെ കഥാപാത്രങ്ങളായ വാമനനും മഹാബലിയും അസുരന്മാരും മറ്റും ഇവരെ മാനവർക്ക് പരിചയപ്പെടുത്തിയ മഹർഷിമാരുടെ സൃഷ്ടിയാണെന്നും ഒരു നാടകരചയിതാവിൻ്റെയോ സിനിമാ ഡയറക്ടറുടെയോ എന്ന പോലെ ഈ കഥാപാത്രങ്ങളെല്ലാം ഋഷിമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും അവർക്ക് ഈ കഥാപാത്രങ്ങളുടെ അവസ്ഥകളിലും വിധിയിലും കൈകടത്തുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നും വിസ്മരിച്ചുകൊണ്ടാണ് ഈ കഥാപാത്രങ്ങൾ അനുഭവിച്ചത് അനീതിയാണെന്ന് വിവരദോഷിയായ സീതാലക്ഷ്മി പറയുന്നത്. അസുരന്മാർ ആരെന്ന് ഭഗവത്ഗീത 16ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അഥവാ വ്യാസഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗ എന്നാണ്. ആർക്കും ഒരു സംശയത്തിന് ഇട നൽകാത്ത വിധം അസുരന്മാർ ആര് എന്നും ആസുരി സ്വഭാവം എന്തെന്നും ദൈവീ സ്വഭാവം എന്തെന്നും ശ്രീകൃഷ്ണൻ അഥവാ വ്യാസഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോഡ്ലി വേഴ്സസ് ആൻറ്റി ഗോഡ്ലി വേ ഓഫ് ലൈഫ്, ഇതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. വിവേചന ബുദ്ധിയുള്ളവർ
ഏത് മാർഗം സ്വീകരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അസുരന്മാർ എന്നാൽ ആൻറ്റി ഗോഡ്സ് ഓർ ഡീമൺസ് എന്നാണ് സനാതന ധർമ്മഗ്രന്ഥങ്ങളിൽ വിവക്ഷിച്ചിരിക്കുന്നത്. അല്ലാതെ ആ വാക്കിന് വംശപരമായോ വർഗപരമായോ തൊലിയുടെ നിറവുമായോ ബന്ധപ്പെട്ട് ഒരർത്ഥവും കൽപ്പിക്കാനാവുകയില്ല. അസുരന്മാരെ പിന്തുണച്ച് സംസാരിക്കുന്നവർ സമൂഹത്തിൻ്റെ നാശത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്നതാണ്. ഇവറ്റകൾ നന്ദികെട്ട രാജ്യദ്രോഹികളാണ്. ഇവരെ പ്രതിരോധിച്ചേ മതിയാവൂ. ഈ രാജ്യദ്രോഹികളെ അഭിമുഖീകരിക്കുമ്പോഴാണ് സംഘികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരുടെ വില മനസ്സിലാകുന്നത്. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീതാലക്ഷ്മി. ജാഗ്രത കർണാടക എന്നുള്ളൊരു ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ജനിച്ചത് മാത്രമാണ് കേരളത്തിൽ, വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. ഓൾമോസ്റ്റ് ഒരു 35 വർഷമായിട്ട് ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എത്ര എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം. ചില കോൺസെപ്റ്റുകൾ ഞാൻ ഇംഗ്ലീഷിൽ നറേറ്റ് ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നിങ്ങൾ ചോദിക്കാം. മോസ്റ്റ് പ്രോബ്ലി സംഘാടകർ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു സ്റ്റേജ് ഒരുക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് കർണാടകത്തിൽ ഫാസിസമിനെതിരെയുള്ള ഒരു സംഘടനാ രൂപം, എങ്ങനെയാണ് നമ്മൾ ഫാസിസത്തിനെ എതിർക്കുന്ന കർണാടകത്തിൽ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. പക്ഷേ അതിന് പോകുന്നതിന് മുമ്പേ എനിക്ക് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ന്യൂ ഫാസിസം ഇപ്പോൾ ഇവോൾവ് ആവുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. October 2nd, ലാസ്റ്റ് October 2nd, 3 days ബിഫോർ, ആ ഒരു ഡേറ്റ് 3 വിഷയങ്ങളാൽ വളരെ റെലവെൻ്റ് ആണ്, എസ്പെഷ്യലി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, October 2nd ആണ് വിജയദശമി. ഇനിയൊന്ന്, അന്നാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അന്നാണ് RSSൻ്റെ 100th ആനിവേഴ്സറി. സോ വിജയദശമി നമ്മൾ നോക്കുകയാണെങ്കിൽ, വിജയദശമി എന്നുള്ളൊരു ഫെസ്റ്റിവൽ നോർത്ത് ഇന്ത്യയിൽ വളരെ ആഘോഷകരമായി അതിനെ ആഘോഷിക്കും ആൾക്കാർ. അതിലും മുഖ്യമായി രാമൻ്റെ വില്ലുകൊണ്ട് രാവണനെ കൊല്ലുന്ന ആ ഒരു ഇൻസിഡൻറ്റിലാണ് അവർ ആ ഒരു ആഘോഷത്തെ ഗംഭീരമാക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ആ വിജയദശമി എങ്ങനെ ആഘോഷിക്കുന്നതെന്ന് നോക്കിയാൽ, കുറേ അസുരന്മാരായ രാജാക്കളെ കൊന്ന ദേവികളെ പൂജിച്ചുകൊണ്ടാണ്. എസ്പെഷ്യലി കേരളത്തിൽ ആ ഒരു ആഘോഷം അത്ര ഉണ്ടാവില്ല. പക്ഷേ ഇനിയും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ ഈ ഒരു സെലിബ്രേഷൻ ഇങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻഫാക്ട് ബംഗാളിലും ദുർഗാപൂജയുടെ മൂലകം ഇതാണ് ആക്ച്വലി അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, സ്പെഷ്യലി ഈ ഒരു സെലിബ്രേഷൻ രീതി തന്നെ മലയാളികളായ നമ്മൾക്ക്, സ്പെഷ്യലി ഒരു അസുര രാജാവ് ഭംഗിയായിട്ട് ഭരണം ചെയ്ത് ആ ഒരു രീതിയിൽ അസൂയപ്പെട്ട് പുള്ളിയെ ചവിട്ടി താഴ്ത്തിയ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു രീതിയായിട്ടുള്ള ചടങ്ങ്, വിജയദശമിയുടെ ഒരു ചടങ്ങ് നമ്മളെ ഡെഫിനറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആ ഒരു അസുര രാജാക്കളെ കൊല്ലുന്ന ആ ഒരു പ്രതീതി, ആ ഒരു ആഘോഷത്തിൻ്റെ രീതി തന്നെയാണ് ഐ തിങ്ക് ഈ ഒരു ഹിന്ദുയിസമിൻ്റെ RSSൻ്റെ ഒരു കോറിൽ ഉള്ളത്.